നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വന്തം മൈറ്റി തരം അറ്റ് ഇറ്റ്സ് പീക്ക്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയ നേടിയിരിക്കുന്ന ചരിത്ര വിജയമാണ്. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സ്കോർ ചേസ് ചെയ്തൊരു ടീം വിജയിക്കുന്നത്. ഇംഗ്ലണ്ട് ഉയർത്തിയത് 351 റൺസ് എന്ന ടോട്ടലാണ്. അതാണ് 47.3 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ മറികടന്നത്. 15 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റിൻ്റെ കിടിലൻ വിജയം അവർ സ്വന്തമാക്കിയിരിക്കുന്നു. എടുത്തു പറയേണ്ടത് ജോഷ് ഇംഗ്ലീഷിൻ്റെ ആ ഒരു വല്ലാത്ത ഇന്നിങ്സാണ്. 86 പന്തുകൾ നേരിട്ട് 8 ഫോറും 6 സിക്സറുകളും അടക്കം അദ്ദേഹം 120 റൺസ് എടുത്ത് പുറത്താകുന്നു. അദ്ദേഹവും അലക്സ് ക്യാരിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് 63 പന്തുകളിൽ നിന്ന് 8 ഫോറുകളുടെ സഹായത്തോടെ 69 റൺസാണ് അലക്സ് ക്യാരി എടുത്തത്. അതാണ് യഥാർത്ഥത്തിൽ അവരുടെ വിജയത്തിന് അടിത്തറയിട്ടിട്ടുണ്ടായിരുന്നത്. ഗ്ലെൻ മാക്സ്വെൽ അവസാനം വന്ന് പൊളിച്ചെടുക്കുന്ന കാഴ്ച. 15 പന്തുകൾ 4 ഫോറും 2 സിക്സും അടക്കം 32 റൺസുമായിട്ട് അദ്ദേഹവും പുറത്താകാതെ നിന്നു. കളിയിൽ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത 50 ഓവറുകളിൽ 8 വിക്കറ്റിന് 351 റൺസാണ് അടിച്ചിരുന്നത്. അവരുടെ സ്കോർ ഇത്രയധികം കൊണ്ടുപോയത് ബെൻ ഡെക്കറ്റിൻ്റെ മികച്ച ഇന്നിങ്സാണ്. 143 പന്തിൽ നിന്ന് അദ്ദേഹം 165 റൺസ് എടുത്തു. ജോ റൂട്ട് 78 പന്തിൽ നിന്ന് 68 റൺസുമായിട്ട് മികച്ചൊരു പ്രകടനം നടത്തുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയക്ക് തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. ട്രാവിസ് ഹെഡ് 6 റൺസുമായിട്ട് മടങ്ങി. സ്റ്റീവൻ സ്മിത്ത് 5 റൺസുമായിട്ട് മടങ്ങി. പക്ഷേ പിന്നെയുള്ള കൂട്ടുകെട്ട് ഷോട്ടും ലബുഷേനും ചേർന്നുകൊണ്ട് ടീമിനെ റീബിൽഡ് ചെയ്തെടുത്തു. മൂന്നാമത്തെ വിക്കറ്റ് വീഴുമ്പോഴേക്കും അവർ 122 റൺസിലേക്ക് ടീമിനെ എത്തിച്ചിരുന്നു. ഒട്ടും റൺ റേറ്റ് താഴാതെ കൊണ്ടുപോകാൻ ആ കൂട്ടുകെട്ടിന് കഴിഞ്ഞിടത്താണ് ഓസ്ട്രേലിയ വിജയ വഴിയിലേക്ക് ട്രാക്കിലേക്കാവുന്നത്. ഷോട്ട് 66 പന്തിൽ നിന്ന് 63 റൺസ് എടുത്തപ്പോൾ ലബുഷെയ്ൻ 45 പന്തിൽ നിന്ന് 47 റൺസാണ് എടുത്തത്. പിന്നെ ഇംഗ്ലീഷും ക്യാരിയും കൂടി കാര്യങ്ങൾ അങ്ങ് ക്യാരി ഫോർവേഡ് ചെയ്തു. ക്യാരി അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ആ ഒരു ക്യാച്ചൊക്കെ ഡ്രോപ്പ് ആവുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് മനോഹരമായിരുന്നു. 63 പന്തിൽ 69 റൺസ് എടുത്ത് അദ്ദേഹം ഒടുവിൽ ബ്രൈഡൻ കാൾസിൻ്റെ പന്തിൽ ജോസ് ബട്ട്ലറെ പിടിച്ച് പുറത്തായി. പക്ഷേ മാക്സ്വെൽ വന്ന് പൊളിച്ചടുക്കി. ഇംഗ്ലീഷ് ഒരു ഭാഗത്ത് തൻ്റെ സെഞ്ചുറി നേടി മുന്നോട്ട് കുതിച്ചു. 86 പന്തുകൾ 8 ഫോർ 6 സിക്സ് 120 റൺസ് അദ്ദേഹത്തിൻ്റെ വക. മാക്സ്വെല്ലിൽ 15 പന്തുകൾ 4 ഫോർ 2 സിക്സ് 32 റൺസ് അദ്ദേഹത്തിൻ്റെ വക. അങ്ങനെ അവർ വിജയത്തിലേക്ക് കുതിച്ചെത്തി. ഇംഗ്ലീഷ് ബൗളിങ്ങിൻ്റെ ഒട്ടും എഫക്റ്റീവ്നെസ് ഇല്ലായ്മ അത് ഒരിക്കൽ കൂടി തെളിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഓസ്ട്രേലിയ എന്തായാലും സൂപ്പർ തുടക്കമാണ് ഈ ഒരു ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.